ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോൺ വെജ് റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ നഗറ്റ്സ്. വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ യുവർ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കാതെ ചെയ്യണേ. കൂടുതൽ വീഡിയോസ് പ്ലേലിസ്റ്റിലുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെ 3 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് പൊടിച്ച് എടുക്കാം. പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ബൗളിലോട്ട് 1/3 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലോട്ട് 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ. നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മാറ്റി വയ്ക്കാം. വേറൊരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എല്ലില്ലാത്ത ബ്രസ്റ്റ് പീസസ് ആണ്. 250 ഗ്രാമോളം ഉണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിടുക. ഇതിലോട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ഇവിടെ ഇട്ടുകൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുക. നമ്മൾ 3 ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് 2 വശം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വെള്ളം നന്നായിട്ട് അമർത്തി കളയാം. ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസസ് കൂടെ അങ്ങനെ തന്നെ ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബൗളിലോട്ട് പകർത്താം. ഇതുപോലെ സ്പൂണിലെടുത്തിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. എങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ എല്ലാം ഒരേ ക്വാണ്ടിറ്റിയിൽ കിട്ടും. അല്ലെങ്കിൽ പലതും പല ക്വാണ്ടിറ്റി ആയി പോകും. ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കാവുന്നതാണ്. ഇതുപോലെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഫ്ലോറിൽ മുക്കി അതിനുശേഷം ബ്രെഡ് ക്രംസ് മുക്കിയെടുക്കാം. ഇതെല്ലാം ഓരോന്നും മുക്കിയെടുക്കാം.
ഓയിൽ നല്ലോണം ചൂടായിട്ട് അതിലോട്ട് ഓരോ നഗറ്റ്സും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കുറേ നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കെടുത്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ ഐറ്റമാണിത്. ഉണ്ടാക്കിയത് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാനായിട്ട് തോന്നും. അത്രയും ടേസ്റ്റിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫീഡ്ബാക്ക്സ് കമൻസായിട്ട് അറിയിക്കാൻ മറക്കാതെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.